ഹായ് ഹരിയാണ്. ബജാജിന്റെ ഡോമിനോർ 350 അങ്ങനെ ലോഞ്ച് ആയിരിക്കുകയാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് 350cc ഉള്ള മോഡലുകൾക്ക് ടാക്സ് കുറച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. നിലവിലുള്ള 400cc എഞ്ചിന് പകരം 349cc എഞ്ചിനാണ് വരാൻ പോകുന്നത്. നിലവിൽ ചില ഡീലർഷിപ്പുകളിലൊക്കെ വണ്ടി എത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. എഞ്ചിന്റെ പവർ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 39 PS പവറും 33.2 NM ടോർക്കുമാണ്. മുമ്പത്തെ മോഡലിനേക്കാൾ 40,000 രൂപ വിലക്കുറവായിരിക്കും ഈ മോഡൽ. പുതുതായി ലോഞ്ച് ചെയ്ത NS അതും ഈ സെയിം എഞ്ചിൻ വെച്ചാണ് വരാൻ പോകുന്നത്. ഷോറൂമിൽ എത്തുന്നതിന് മുമ്പേ സ്പൈ ഇമേജ് ആയിട്ട് നമുക്ക് ലീക്ക് ചെയ്ത ഇമേജുകൾ കിട്ടിയിട്ടുണ്ട്. അതും ഈ സെയിം എഞ്ചിൻ തന്നെയാണ് അതിനകത്തും വരാൻ പോകുന്നത്. ഈ രണ്ട് മോഡലും ബ്രാൻഡിങ് വരാൻ പോകുന്ന 350 ആയിരിക്കില്ല, 400 തന്നെയായിരിക്കും ബ്രാൻഡിങ് വരാൻ പോകുന്നത്. എന്തായാലും രണ്ട് മോഡലുകളും വിലയിൽ വ്യത്യാസം വന്നേക്കാം, വിലക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. മുമ്പുണ്ടായിരുന്ന 337cc എഞ്ചിന് പകരം 349cc എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പൾസർ NS 400 വില പരിശോധിച്ച് നോക്കുമ്പോൾ 1,93,500 രൂപയാണ് വില വരുന്നത്. എങ്ങനെ പോലെ ഒരു 2,50,000 രൂപയ്ക്ക് നമുക്ക് മോട്ടോർ സൈക്കിൾ ഇറക്കാൻ സാധിക്കും. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഡോമിനോറിന്റെ എഞ്ചിൻ മാറ്റിയതല്ലാതെ കാര്യമായ ഡിസൈൻ വ്യത്യാസമൊന്നും ഈ മോട്ടോർ സൈക്കിളിൽ വരുത്തിയിട്ടില്ല. ഇപ്പോഴും ബജാജുകാർക്ക് ഇതിന്റെ ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയി എന്നൊരു ഫീൽ ഇപ്പോഴും തോന്നിയിട്ടില്ലേ? മിസ്റ്റർ രാജീവ് ബജാജ് സാർ, നിങ്ങളുടെ ആറാണ്ടിക്കാരോട് നിലവിലുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചേഞ്ച് കൊണ്ടുവരാൻ പറ. ആ ഡോമിനോറിനെങ്കിലും ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറയൂ. അറ്റ്ലീസ്റ്റ് ഇവന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലേ, എന്തെങ്കിലും ഡിസൈൻ ചേഞ്ചിനായിട്ട് നിങ്ങൾ പണിയെടുക്കാൻ പറ.